ഇത് NOC ഇങ്ങനെ നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് നമുക്ക് 2012 ലാസ്റ്റ് 440 കൊടുക്കാം. 440 ഒരു പുതിയൊരു ആൾട്ടോ കേട്ടെടുക്കുന്ന പൈസ അല്ലെ. 440 നമ്പർ ആക്കിയിട്ട് തരൂന്നാ പറയുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ. വണ്ടി നല്ല ക്ലീൻ പീസ് അല്ലേ? ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയല്ലോ. ടെൻഷൻ വേണ്ടല്ലോ. പിന്നെ ചെറിയ ടച്ചപ്പ് ഒന്നും ഇല്ല, എന്നാലും പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. അതെ അതെ, അത്ര വേറെ ഒന്നും ഇല്ല. മേജറായിട്ട് പണി വേറെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു. അതെ അതെ, മിയത്തിൽ മിയ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. KL 14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും അൽഫ കാർസിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് എവിടുന്നും കിട്ടാത്ത വിലക്ക് ഹോൾസെയിൽ പ്രൈസിന് കാറുകൾ കിട്ടുന്ന ഒരു അടിപൊളി ഷോറൂം. എല്ലാത്തര വാഹനങ്ങളുണ്ട്. പിന്നെ 7 സീറ്റ്, അതുപോലെ തന്നെ 5 സീറ്റർ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ്. ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, അൾട്ടിസ് ഉണ്ട്, ഹോണ്ട സിറ്റി ഉണ്ട്. ഒരുപാട് വണ്ടികൾ സ്റ്റോക്കുള്ള നമ്മുടെ മുത്തുമണിന്റെ യാർഡാണ് ഹബീബ് റഹ്മാൻ. എന്തൊക്കെയുണ്ട്? ഇതിന്റെ ഓണറാണ്. കൊറേ ആയില്ലേ അവിടെ പോയിട്ട്, ബംഗാളിൽ പോയിട്ട്? അവിടെ തന്നെ ഇപ്പൊ ഇന്നലെ ഒരു കല്യാണത്തിലായിട്ട് വന്നതാ. നാളെ പോകും. ഇപ്പൊ അവിടെ നിന്ന് വണ്ടി ഫുള്ള് ഡയറക്റ്റ് കൊടുക്കണല്ലേ? 90% ഡീലേഴ്സിന് ഡയറക്റ്റ് കൊടുക്കലാണ്. ഡയറക്റ്റ് കൊടുക്കുക. ഡീലേഴ്സിനും ഉണ്ട്, പിന്നെ പാർട്ടിക്കാരും ഡയറക്റ്റ് അങ്ങനെ എടുക്കണോലുണ്ട്. അല്ല, പാർട്ടിക്കാർ അങ്ങനെ ആരെങ്കിലും വിളിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടാണ് ഒരുപാട് ആൾക്ക് വിളിച്ചാണ്. ഇപ്രാവശ്യം ഒരുപാട് വണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വണ്ടി എടുത്തു. ഡയറക്റ്റ് നിങ്ങളെ വീഡിയോ എനിക്ക് തോന്നുന്നു 10 വണ്ടിന്റെ മേലെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ. നമ്മള് അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയില് എല്ലാ വണ്ടിയും പോയല്ലേ? ഒരു വണ്ടി ഇല്ല കേട്ടോ, എല്ലാ വാഹനങ്ങളും പോയി. ഒരു 1.5 മാസം മുമ്പ് ചെയ്ത വീഡിയോ. പിന്നെ ഹബീബ് വേറെ എന്തൊക്കെയുണ്ട് എന്ന് പ്രേക്ഷകരോട് ഒന്ന് പറയണ്ടോ? സപ്പോർട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ വണ്ടി വെച്ചാലും വണ്ടി നമുക്ക് എങ്ങനെ ഇട്ട് കൊടുക്കാം. ഏത് ഡയറക്റ്റ് വേണമെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം. കൂടുതലും കൊടുക്കുന്നത് ഡയറക്റ്റ് ആണ്. വലിയ വണ്ടികൾ ഒരുപാട് മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും 3 ലക്ഷം രൂപ മാറ്റം ഉണ്ടാവും. എന്തായാലും ഉണ്ടാവും. മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോ ഇത് ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് നമുക്ക് കാലിക്കറ്റ് എയർപോർട്ട് റോഡ് പുത്തൂർ പള്ളിക്കൽ. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ. നമ്മൾ ബൈപ്പാസിന് വരികയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2 കിലോമീറ്റർ. ഓക്കെ. ഇനിയിപ്പോ നിങ്ങളോട് അടുപ്പില്ലാത്ത ആളുകൾ, അവർക്ക് ഇങ്ങനെ ഡയറക്റ്റ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ ഇവിടെ വരാം. ഷോപ്പിൽ വരാം. നിങ്ങൾ ഷോപ്പിൽ വരാം. ഇവിടെ ഷോപ്പില് പൈസ കൊടുക്കുക. അങ്ങനെ തന്നെ ചെയ്യല്. ഡയറക്റ്റ് ഒരാൾക്ക് പൈസ നിങ്ങളോട് അടുപ്പില്ലാത്ത ആളുകൾ. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ നിങ്ങൾക്ക്. അപ്പോ ഒരു വണ്ടി കാണിച്ചു കൊടുക്കുന്നല്ലേ? നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യമായിട്ട് ക്രിസ്റ്റയിൽ തന്നെ തുടങ്ങാം. വലിയ വണ്ടി ആയിക്കോട്ടെ. പിന്നെ 5 സീറ്റ് വണ്ടി ഉണ്ട് കേട്ടോ, ആരും സ്കിപ്പ് ആക്കണ്ട. ഇടയിൽ ഓരോ ഗ്യാപ്പില് 5 സീറ്റ് ഒക്കെ കയറ്റി തരും. നമുക്ക് ആദ്യം ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയാണ് ബ്രോ മോഡല്? ഇത് 2018 ഡിസംബർ ആണ്. 18 ഡിസംബർ വണ്ടി. G+. മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ വണ്ടി അല്ലേ? ഓക്കെ. നിലവിൽ സിംഗിൾ ഓണർ ആണ്. പിന്നെ NOC എടുത്തിട്ടില്ല. NOC ഏത് ആർടിഒ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇപ്പൊ കാസർഗോഡ് ആണെങ്കിൽ KL 14 ഇന്ത്യയിൽ എവിടെയും, കേരളത്തിൽ പറയണ്ട, ഇന്ത്യയിൽ എവിടെയും കൊടുക്കാം. ഇന്ത്യയിൽ എവിടെ വേണം കൊടുക്കാം. ഒറ്റ പ്രൊസീജിയർ ആണ്, അതിന് മാറ്റൊന്നുമില്ല. എടുത്താലും നമ്മൾ RTO കോഡ് കൊടുത്തിട്ടാണെങ്കിൽ. വണ്ടി ഓട്ടോ എത്ര ഉണ്ട്? ഇത് 230 കറക്റ്റ് കമ്പനി സർവീസ് ഓട്ടാ. ഹിസ്റ്ററി നമ്മൾ തരും, കാണിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി. എടുക്കുന്ന ആൾക്ക് ടെൻഷൻ വേണ്ട. വണ്ടി അങ്ങനെ ഇങ്ങനെ ഒന്നും പറയണ്ട. ഹിസ്റ്ററി അടുക്കം കാണിച്ചു കൊടുക്കാം. നമുക്ക് കൊടുക്കാം. ഓക്കെ. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ വണ്ടി. 2018 ഡിസംബർ സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. എത്ര ചെയ്യാം? ഇത് നമുക്ക് 12-25 നമുക്ക് പേപ്പർ ആക്കി കൊടുക്കാം. കേരളത്തിലെ നമ്പർ ആക്കി കൊടുക്കാം. 12-25 കേരള നമ്പർ ആക്കി കൊടുക്കാം. ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം. 18 വണ്ടി 12-25. ഇനി NOCയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ടാക്സ് വരുന്നത് അത് നമുക്ക് കുറച്ചാണ്ട് അവർക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കാം. വേറെ RTO എടുക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ ടാക്സിക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ മാറ്റം ഉണ്ടാവും, റേറ്റ് കുറവുണ്ടാവും. ടാക്സിക്കാരും അധികം കുറെ ആൾക്കാർ ക്രിസ്റ്റ കൊണ്ടുപോകണമല്ലേ, അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുക്കല്ലേ? എങ്ങനെ വേണ്ടി ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പൊ നമ്പർ ആവാതെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ 12.25 കുറയും അല്ല? അതെ. നമ്പർ ആക്കാൻ ഒരുപാട് കുറയും. ഏകദേശം ഒരു 1:30 1:40 റേഞ്ചോളം കുറയും. 1:30 കുറയും. നിങ്ങൾക്ക് നമ്പർ ആക്കിട്ട് വേണമെന്നുണ്ടെങ്കിൽ 12.25 കേട്ടോ. വീണ്ടും ഒരു ക്രിസ്റ്റ, അതും വൈറ്റ് കളറിനോട് പിന്നെ എല്ലാ ആളുകൾക്കും താല്പര്യം. ക്രിസ്റ്റ ആയാലും ഇന്നോവ ആയാലും വൈറ്റിനോടാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ളത്. അപ്പോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2018 നിലവിൽ സിംഗിൾ ഓണർ ആണ്. NOC നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് എങ്ങോട്ടും വേണ്ടി എടുത്തു കൊടുക്കാം. മാക്സിമം ഒരാഴ്ചന്റെ ഉള്ളിൽ ഞങ്ങൾ NOC എടുക്കുന്നത്.
NOC എടുക്കും. ഏത് ആർട്ടിയിലേക്ക് വേണമെങ്കിലും ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട് 2 ദിവസം കൊണ്ടൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ആർട്ടിയൊക്കെ വേണമെങ്കിൽ ചെയ്തു ഒരു 2-3 ദിവസം ഗ്യാപ്പില് കച്ചവടം നടക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ആർട്ടിയിലേക്ക് വേണമെങ്കിൽ നമ്മൾ NOC കൊണ്ടുപോയിട്ട് എടുക്കും. ഓക്കെ. വണ്ടി 18 മോഡലാണ്, മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ വണ്ടി. ഓക്കെ. ഓട്ടം എത്ര ഉണ്ട് ബ്രോ? ഓട്ടം 240. ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല തോന്നുന്നു. റീപ്ലേസ്മെന്റ് ഇല്ലല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വന്ന് ചെക്ക് ചെയ്തോട്ടെ. അതെ, അവർക്ക് ചെക്ക് ചെയ്യാം. കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഷോറൂമിൽ കൊണ്ടുപോയിട്ട് വർഷാപ്പാറ കൊണ്ടുവരാം, അല്ലെങ്കിൽ ടൊയോട്ട കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാം. അതെ, ഇവര് പിന്നെ എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് തന്നെ മാക്സിമം ചെക്ക് ചെയ്തിട്ടല്ലേ എടുക്കുള്ളൂ. എന്തായാലും നോക്കുമല്ലോ, അതുണ്ടാവും. അവരെ മുതലല്ലേ? അതെ അതന്നെ. അതെ. അപ്പോ പിന്നെ ബ്രോ ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് എത്ര കൊടുക്കാം? ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് ഒരു 12-10 കൊടുക്കാം. 12-10 നമ്പർ ആക്കിയിട്ട് 2018 വണ്ടിയാണ്. ഓക്കെ. ഓപ്ഷൻ ഇത് ഏതാ വരുന്നത്? ഇത് ജി ആണ്. ഓക്കെ. അതും നമ്മൾ നേരത്തെ G+ അല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ വീണ്ടും ഒരു വൈറ്റ് കളർ, ഇതെങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2017 ക്രിസ്റ്റ. ഓക്കെ. G4 അല്ലേ? G4 മാനുവൽ വണ്ടി. മാനുവൽ. ഓട്ടം എത്ര ഉണ്ട് ഇത്? ഓട്ടം ഇത് 220 ഓടിയാണ്. 220. ഹിസ്റ്ററി ഉണ്ടാവും. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. കൊണ്ടോട്ടി നമ്മൾ NOC ഓൾറെഡി NOC എടുത്ത വണ്ടിയാണ്. ഇത് പിന്നെ നമ്പർ മാറാൻ കഴിയില്ല. അതെ, നമ്പർ മാറാൻ കഴിയില്ല. നമുക്ക് കൊണ്ടോട്ടിക്ക് എടുത്തിട്ട് പിന്നെ മാറ്റി കൊടുക്കാം. പിന്നെ അവർക്ക് വേണ്ടത് മാറ്റേണ്ടി വരും. വണ്ടി വേറെ തട്ടില്ല, റീപ്ലേസും ഇല്ല. ഗ്ലാസ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല. ഒന്നും ചേഞ്ച് ആയിട്ടില്ല. നല്ല ക്ലീൻ പീസ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്താണ്. ഒരു പോളിഷ് ഒക്കെ ചെയ്യാണ്ട് ഒക്കെ നമ്മൾ ചെയ്യും. കൊടുക്കുമ്പോൾ തന്നെ മുന്നേ ചെയ്തിട്ടാ കൊടുക്കാം. ഓക്കെ. എന്തായാലും ഇപ്പൊ വന്ന കണ്ടീഷൻ അല്ലല്ലോ, ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തൊക്കെ റെഡിയാക്കി ചെയ്തിട്ടുണ്ട്. അഡീഷണൽ വർക്ക്, സീറ്റ് കവർ, LCD കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ. ഇത് നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് 1199 നമ്പർ ആക്കി 1199 അല്ലേ? എടുക്കുന്നവർക്ക് ഒരു വർക്ക്, ഒരു ഓയിൽ പോലും ചേഞ്ച് ചെയ്യാണ്ടാവില്ല. എല്ലാ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ്. എല്ലാ പണി എല്ലാം ക്ലിയർ ആക്കി കൊടുക്കാം. നല്ല അലുവക്കണ്ടം പോലത്തെ ഒരു കിരുമത്തിന്റെ ക്രിസ്റ്റ. ഇത് ഒരു വെറൈറ്റി കളറാണ്. അതായത് ഒരു ബ്ലാക്കും ബ്ലൂവും അല്ലെ? അതെ, രണ്ടും മിക്സഡ് ആയിട്ടുള്ള ഒരു കളർ. ഇത് പെട്ടെന്ന് ഏത് കളർ ബ്ലാക്ക് തോന്നുക, അടുത്തെത്തുമ്പോൾ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ്, ബ്ലൂ അങ്ങനെയും കാണുന്നുണ്ട് അല്ലെ? ബ്രോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് 2021 ലാസ്റ്റ്, 2022 രജിസ്ട്രേഷൻ. 22 രജിസ്റ്റർഡ് ആയിട്ടുള്ള വണ്ടി. പുത്തൻ വണ്ടി. മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ. Z ആണ് ഏറ്റവും ടോപ്പ് മോഡൽ. മാനുവൽ Z ഏറ്റവും ടോപ്പ് അല്ലെ? വേറെ പിന്നെ വണ്ടി വേറെ തട്ടുമുട്ടില്ല? വേറെ തട്ടുമുട്ട് ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. 75,000 കിലോമീറ്റർ. വെറും 77,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു നിലവിൽ സിംഗിൾ ഓണർ ആണ്. അതെ, NOC എടുത്തിട്ടില്ല. നമുക്ക് എങ്ങോട്ട് വേണ്ടി വെച്ചാൽ NOC എടുത്തു കൊടുക്കാം. 75,000 കിലോമീറ്റർ ആണ് ഇപ്പൊ നിലവിൽ ഓടിയത്. കറക്റ്റ് ഓട്ടാണ്. ഓക്കെ. വണ്ടി വേറെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും. നല്ല ക്ലീൻ പീസ് അല്ലേ? ക്ലീൻ പീസ്. ഇങ്ങനെ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ നമ്മളിപ്പോ ചെയ്ത് കൊടുക്കും. ഓക്കെ. 2022 മാനുവൽ വണ്ടി. 2022 രജിസ്റ്റർഡ് അല്ലേ? രജിസ്റ്റേർഡ്. അതെ. എത്രയൊക്കെ ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് NOC പറയാം. NOC കൊടുക്കാം. NOC നമുക്ക് 1599 കൊടുക്കാം. 1599. 2022 ക്രിസ്റ്റ. Z ഏറ്റവും ടോപ്പ് മോഡൽ. അതും ഏറ്റവും ടോപ്പ് Z ഓപ്ഷനിൽ വന്നിട്ടുള്ള ഒരു വാഹനം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം മൂപ്പരെ വിളിച്ചോളി കേട്ടോ. ഇവിടെ നമുക്ക് ഒരു രാവിലെ വന്ന സ്റ്റോക്കിൽ പുതിയ മോഡൽക്ക് മാറ്റും. വന്ന കണ്ടീഷനാണ്. ഇതിന്റെ വർക്ക് ഒക്കെ, അതായത് പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇത് G ആണ്, ഓട്ടോമാറ്റിക് ആണ്. 2016 വണ്ടി. 2016 G4 അല്ലെ? 16 G4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക്. ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടം 2,20,000 ഓടിയാണ്. കമ്പനി സർവീസ്. ഫുൾ കമ്പനി ഏറ്റവും കമ്പനി സർവീസുള്ള വണ്ടി അല്ലെ? വണ്ടിയുമ്പോ യാതൊരു പ്രശ്നമില്ല. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ചു കൊണ്ടുവന്ന വണ്ടിയാണ്. നേരെ കൊണ്ടുവന്നപ്പോ നിങ്ങൾ വന്നപ്പോ ആണ് കയറ്റിയേ ഉള്ളൂ. മെക്കാനിക്കലൊക്കെ ഫുൾ ഫിറ്റ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ. എന്തെങ്കിലും പോരായിട്ടൊക്കെ നമ്മൾ ചെയ്യും. ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടല്ലോ. എത്രക്ക് ചെയ്യാതെ? ഇതിപ്പോ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോ നാളെ നമ്മൾ വർക്കിന് കയറ്റും. ഇതിപ്പം ഇനിയിപ്പോ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് പറയാം. അല്ലെ? വർക്ക് കഴിഞ്ഞിട്ടുള്ളത് പറയാം അല്ലെ? എങ്ങനെ ചെയ്യാം? ഇപ്പൊ ഇങ്ങനെ ആണെങ്കിൽ 2 ദിവസം നമുക്ക് നിർത്താം. എന്തായാലും ഇത് നാളെ നിങ്ങൾ എന്തായാലും വർക്കിന് കൊടുക്കൂലേ? നാളെ കൊടുത്താലും നാളെ ഒന്നും കയറൂല. കാരണം വണ്ടി അത്രയും നമുക്ക് ലോഡായി എടുക്കാൻ ഒരുപാട് വണ്ടി ഉണ്ട്. അതായത് ഈ ലൈനിലുള്ളതല്ല, ഒരുപാട് കസ്റ്റമർ നിലവിൽ Z ഓട്ടോമാറ്റിക് ഉണ്ട്, ഒരുപാടുണ്ട്. ഒക്കെ വർക്ക് ചെയ്തുകൊണ്ട് ടച്ചപ്പും കാര്യങ്ങളും വന്ന വണ്ടികളാവുമ്പോഴേ ടച്ചപ്പും കാര്യങ്ങളും ഉണ്ടാവും. ഒരുപാട് വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കാണ്.
പിന്നെ ഇത് ഇനിയിപ്പോ ഈ വണ്ടി ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഏത് വണ്ടി നോക്കുന്നുണ്ടോ? വണ്ടി ചില ആളുകൾ കളറിനോട് ഒരു താല്പര്യം അപ്പൊ അങ്ങനത്തെ കളർ മൂപ്പരെടുത്ത് വണ്ടി ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം. നാളെ മുതൽ നമ്മൾ അവിടെ ഉണ്ടാവും. നിലവിൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ, സിംഗിൾ അല്ല, സെക്കൻഡ് ആണ്. സെക്കൻഡ് ആണ് ഒക്കെ ഫുള്ള് നമുക്ക് ഫുള്ള് വൃത്തിയാക്കി ഫുള്ള് വൃത്തിയാക്കിട്ട് കൊടുക്കാം. ഫുള്ള് കുട്ടപ്പനാക്കിയിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 999 നമുക്ക് NOC കൊടുക്കാം. 990 ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല ഓട്ടോമാറ്റിക്. പുതിയ മോൾക്ക് ചേഞ്ച് ചെയ്തിട്ട് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് ഫുള്ള് നല്ല കുട്ടപ്പനാക്കിട്ട് തരുള്ളൂ കേട്ടോ. ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ നോക്കണ്ട, ഇതൊക്കെ വന്ന കണ്ടീഷനാണ്. ഇതൊക്കെ നമ്മള് ഫുള്ള് ബമ്പർ വരെ നമ്മൾ പുതിയ മോഡൽ കൺവേർട്ട് ചെയ്യും. ഫുള്ള് ന്യൂ മോഡൽ ചേഞ്ച് ചെയ്യും. എല്ലാം ന്യൂ ടൈപ്പിലേക്ക് ആക്കും. ചെയ്തിട്ട് 999. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഇന്നോവ കാണിച്ചു കൊടുക്കലാം. അതെ, ഇന്നോവ കമ്മിയാണ്, എന്നാലും ഒരു 3-4 പീസ് കാണിച്ചു കൊടുക്കാം എങ്ങനെയായിരുന്നു. പിന്നെ ആദ്യം വൈറ്റ് കാണിച്ചു കൊടുക്കല്ലേ. അതെ. എങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2012 ലാസ്റ്റാ. 12 വണ്ടി. ഓക്കെ. നിലവിൽ സിംഗിൾ ഓണർ ആണ്. ഓപ്ഷൻ G4. ഒരേ ഒരു ഓണർ, ഒറ്റ സിംഗിൾ ഓണർ. 180 190 ഓട്ടം ഉണ്ട്. ഇന്നോവ അല്ലേ, ഇതൊന്നും ടാറ്റന്റെ വണ്ടി ഒന്നും 2-3 ഓടിയാച്ചു അല്ല, ഒരു 5 ലക്ഷം 8 ലക്ഷം ഓടിയ വണ്ടികളൊക്കെ അതൊക്കെ അപ്പോൾ ഒരു ഇഞ്ചൻ പണി എടുക്കാതെ നല്ല മെയിൻ്റെനൻസിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ ടയവട്ടം ഇങ്ങനെ ഓടിപ്പോകും. 5 ലക്ഷം ഓടിയിട്ട് ടൈം ചെയിൻ മാറ്റിയാൽ മതി. അതെ. കമ്പനി 1.5 പറയുന്നത്. ഓക്കെ, വലിയൊരു കാര്യമല്ല കിലോമീറ്റർ. അപ്പോ ഇത് വണ്ടി എന്ത് പാട്? മെക്കാനിക്കൊക്കെ ഉഷാറാ. എന്തേ പോരായിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. നിലവിൽ ഇവിടെ നമ്മൾ ഒരു വണ്ടി എടുക്കാൻ വരുമ്പോൾ ഇന്നത് പോരായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കല്ലേ. മേജർ ആയിട്ടുള്ള തട്ടൊന്നുമില്ല. ഇല്ല. ഓക്കെ, എത്രക്ക് ചെയ്യാം ഇത്? NOC എങ്ങനെ നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് നമുക്ക് 2012 ലാസ്റ്റ് 440 കൊടുക്കാം. 440. ഒരു പുതിയൊരു ആൾട്ടോ കേട്ടെടുക്കുന്ന പൈസ അല്ലെ. 440 നമ്പർ ആക്കിയിട്ട് തരൂന്നാ പറയുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ. വണ്ടി നല്ല ക്ലീൻ പീസ് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയല്ലോ. ടെൻഷൻ വേണ്ടല്ലോ. പിന്നെ ചെറിയ ടച്ചപ്പ് ഒന്നും ഇല്ല, എന്നാലും പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. അതെ. അത്ര വേറെ ഒന്നും ഇല്ല. മേജർ ആയിട്ട് പണി വേറെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരും. അതെ. മിയത്തിൽ മിയ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഖിദ്മത്തിന്റെ ഒരു ഇന്നോവ കാർ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2014 ലാസ്റ്റ്. 14 ലാസ്റ്റ് മോഡൽ. ഗ്രില്ലും പുതിയ ചെയ്തതാണ്. പിന്നെ അലോയില് കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോയ്സ് ഒക്കെ എക്സ്ട്രാ. ഇത് ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി അലോയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ LCD കാര്യങ്ങളൊക്കെ ചെയ്തതിന്. ഓക്കെ. ഓപ്ഷൻ വരുന്നത് G4. ഓട്ടൊക്കെ എത്ര ഉണ്ട്? ഓട്ടം നിലവിൽ സിംഗിൾ ഓണർ ആണ്. ഓട്ടം ഉണ്ടാവും, 2 എന്തായാലും ഉണ്ടാവും. കറക്റ്റ് അല്ല, 1.27 കാണുന്നത്. വണ്ടി വേറെ റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്, മെയിൻ ഗ്ലാസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. വേറെ പ്രശ്നം. വണ്ടി നല്ല അടിപൊളി വണ്ടി. മെക്കാനിക്കൽ ഗുഡ്, ഇഞ്ചിന് കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇത് എത്ര ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് 6 ലക്ഷം രൂപ കൊടുക്കും. നമ്പർ ആക്കി 6 ലക്ഷം. 14 വണ്ടി കേട്ടോ. 14 വണ്ടി. ആവശ്യക്കാർ 14 ലാസ്റ്റ് നവംബർ ഡിസംബർ വണ്ടി ആയിട്ടാണ്. വണ്ടി ആവശ്യക്കാർ വിളിച്ചോ. കിണ്ണം പോലത്തെ ഒരു ഇന്നോവ കാർ, ഒരു ഗ്രേ കളർ ആണ് വന്നിട്ടുള്ളത്. ഗ്രേ കളർ പിന്നെ എല്ലാ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതെ എടുക്കുന്ന ആൾക്കാരാണ്. എങ്ങനെയായിരുന്നു ഇത് മോഡൽ? ഇത് 2012 വണ്ടിയാണ്. നിലവിൽ നമ്പർ ആയി കേട്ടോ. നമ്പർ 84 നമ്പർ ആയി. 84 കൊണ്ടോട്ടിയിലേക്ക് നമ്പർ ആയ വണ്ടി. 12 അല്ലേ. G4 ആണ്. ഓട്ട കാര്യങ്ങളൊക്കെ ഓട്ടം 2 കറക്റ്റ് ആവൂല. ചിലപ്പോ 2.5 ഓടി ഉണ്ടാവും, തിരിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഒരു നിലക്ക് എടുത്താൽ കിട്ടൂല. ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. അവർ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. പിന്നെ അതിനുള്ള വിലക്ക് അത് കൊടുക്കുന്നത് ആ ആൾക്കാരുടെ പൈസ കൊടുക്കാം. പിന്നെ ചെറിയ ടച്ചപ്പ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഈ ഗ്ലാസ് ഒക്കെ മഞ്ഞായിന് അതിനുള്ള റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അവർക്ക് വന്നാണ്ടൊക്കെ എടുത്താണ്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബെറ്റർ ആണ്. ഒന്നും നോക്കാനില്ല, വന്ന് നോക്കട്ടെ. വേറെ കാര്യമായിട്ട് വർക്കുകളൊന്നും ഇല്ല, മെക്കാനിക്കൽ വർക്കൊന്നും ഇല്ല. ഇതൊക്കെ ഒന്ന് ഈ ഗ്ലാസ് ഇതൊക്കെ ഉണ്ടല്ലോ മഞ്ഞ കളറായിന്, ചിലപ്പോ പോളിഷ് കിട്ടും. മെക്കാനിക്കലൊക്കെ പക്കല്ല. എത്ര കൊടുക്ക ഇത് നമുക്ക് 420 കൊടുക്കാം. 2012 വണ്ടി. നമ്പർ ഓൾറെഡി ആയ നമ്പർ ആയി 12 വണ്ടി 420 അല്ലേ. നമ്പർ ആയതാ. നമ്പർ KL84. ഓക്കെ, നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ. അപ്പൊ ആവശ്യക്കാരനെങ്കിൽ വിളിച്ചോട്ടെ അല്ലേ. ഇവിടെ മൈലേജില് രാജാവ് അല്ലെ, ഹോണ്ട സിറ്റി. ഓക്കെ, ഹോണ്ട സിറ്റി ആണ്. അതും സൺറൂഫ് അടക്കം വരുന്ന VX ഓപ്ഷനിൽ വന്നിട്ടുള്ള ഒരു ഡീസൽ വണ്ടി.
അതും കൊടുക്കുന്ന റേറ്റ് ഒരു ആൾട്ടോക്കാരുടെ പൈസ അല്ല. എത്ര മോഡലായിരുന്നു ഇത്? 2014 ലാസ്റ്റ് വണ്ടിയാണ്. VX ആണ്, സൺറൂഫ് ഉള്ള വണ്ടിയാണ്. പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഓക്കെ. മെക്കാനിക്കലി എന്ത് പാട്? മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? 4 ടയറും പുതിയതാ. ഇന്ത്യൻ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ സീറ്റ് ഇപ്പൊ ചെയ്താണ്. 10 രൂപേന്റെ മേലെല്ലാം ചെയ്തതാണ്. അതെ, കാണാൻ നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ചളിയിലാണ് വണ്ടി ഉള്ളത്. അല്ല, എന്നിരുന്നാലും വൃത്തിയുണ്ട്. വലിയ മോശമില്ല, വലിയ മോശമൊന്നുമല്ല. അല്ലല്ല. വണ്ടി വേറെ തട്ടുമുട്ട് മേജർ ആയിട്ടുള്ളൊന്നുമില്ല. ഒന്നുമില്ല അല്ലെ? ഫ്രണ്ട് ഗ്ലാസ് മാറി. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത് നമ്മളടുത്ത് മാറിയതാട്ടോ. നിങ്ങൾ ഒരു തേങ്ങ ഫോട്ടോ ഒക്കെ നമുക്ക് അവർക്ക് കൊടുക്കാം. ഫോട്ടോ ഉണ്ട് എന്റെ അടുത്തുണ്ട്. അത് പ്രശ്നമില്ല. അപ്പോ എത്ര ചെയ്യാം ബ്രോ ഇത്? ഇത് നമുക്കൊരു 4:30 കൊടുക്കാം. 4:30 കൊടുക്കല്ലേ? 2014 ലാസ്റ്റ് VX. ഇത് നമ്പർ ആയ വണ്ടിയാട്ടോ. നമ്പർ കൊണ്ടോട്ടിയിലേക്ക് നമ്പർ ആയ വണ്ടി. KL84 നമ്പർ ആയ വണ്ടി. KL84 നമ്പർ ഓൾറെഡി ആയ വണ്ടിയാണ്. ഒരു ടെൻഷൻ വേണ്ട, ഫുൾ ചെക്ക് ചെയ്ത് നോക്കോ. ഇതവിടെ വീണ്ടും ഒരു ഹോണ്ട സിറ്റി ആണ്, അതും ഡീസലാണ്. ഡയമണ്ട് കട്ട് ആലോചിച്ചൊക്കെ വരുന്ന ഒരു വണ്ടി. സൺറൂഫ് ഉണ്ടാവില്ല, മിഡിൽ ഓപ്ഷൻ അല്ലേ? കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നതാ. ഓക്കെ. ഇത് എത്ര മോഡലായിരുന്നു? ഇത് 2018. മോഡൽ ഉണ്ട്. ഓക്കെ. ഓട്ടം കാര്യങ്ങള്? ഓട്ടം 1:30 ഓടി. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. നല്ല കിതുമത്തിന്റെ വണ്ടി അല്ലേ? കിതുമത്തിന്റെ വണ്ടി. വേറെ തട്ടുമുട്ട് ഇടി കുത്ത് ഇല്ല. ഒന്നുമില്ല. അതൊരു പ്രശ്നം. റീപ്ലേസ്മെന്റ് ഇല്ല. അതെ, ഒരു 4 ടയർ പുതിയതാണ്. 4 കടുമ്പുത്തൻ ടയർ. ഫുൾ കട്ട ടയറാണ്. ഇന്ത്യൻ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കാണാൻ ഉള്ളും പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി കേട്ടോ. എത്ര ചെയ്യാൻ പറ്റും ഇത്? 2000 ഇത് NOC എടുത്തു കേട്ടോ. KL84 NOC ആണ്. സിംഗിൾ ഓൺ വണ്ടിയാണ് നിലവിൽ. KL84 NOC എടുത്തു. നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. അപ്പൊ നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് പറയാം. നമുക്ക് 6:30 കൊടുക്കാം. 6:30 കൊടുക്കാം. 2018 19 ഉണ്ട്. ഓൺ ദ വേണ് 2 ദിവസം കൊണ്ട് ഇവിടെ എത്തും. 19 വണ്ടി അത് കൊടുക്കാം. അത് നമുക്ക് ഒരു 6:70 കൊടുക്കാം. 19 ഡിസംബർ വണ്ടി കേട്ടോ. ഡീസല്, പെട്രോൾ അല്ല. പെട്രോൾ ഇതന്നെ ഓപ്ഷൻ. ഓപ്ഷൻ തന്നെ SV. ഓക്കെ. 6:70 2019 ഇവിടെ എന്താ 9 രൂപ കൊടുക്കേണ്ടി വരും. കേരളാണ്ട് 9 രൂപ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ നമുക്ക് വോക്സ് വാഗന്റെ ഇത് വെന്റോ? ഇത് 2017 വെന്റോ അല്ല? 17 വെന്റോ ഡീസൽ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1:45 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഇല്ല. ഒറിജിനൽ കേരള വണ്ടിയാ. കേരള വണ്ടി. ഈ ഒറ്റ വണ്ടിയേ ഉള്ളൂ കേരള വണ്ടി ഉണ്ടായില്ല. അതായത് ഈ ഇതിൽ വരുന്നതാണ്, എക്സ്ചേഞ്ചിൽ. ബാക്കിയുള്ള ബംഗാളി വണ്ടി, ബംഗാള് അല്ലെങ്കിൽ UP ഇതൊക്കെ അതർ സ്റ്റേറ്റ് വണ്ടി. ഓക്കെ. ഇത് എത്രയൊക്കെ ചെയ്യാം? ഇത് നമുക്ക് ഒരു 3.4 കൊടുക്കാം. 3.4. 17 വെന്റോ ഡീസലാണ്. ഏറ്റവും ടോപ്പ് മോഡൽ കേട്ടോ. ഹൈലൈൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 3.25 അല്ലേ ചോദിച്ചല്ല? 3.4 കൊടുക്കാം. ഫുള്ള് ലോണും കിട്ടും. ഒറിജിനൽ കേരള വണ്ടി. മാരുതിന്റെ സിയാസ് 24 എന്തായാലും മൈലേജ് കിട്ടും ലോങ് ഡ്രൈവ് ആണെങ്കിൽ. ബ്രോ ഇത് എങ്ങനെയായിരുന്നു? 2015 നമ്പർ ആയ വണ്ടിയാ? നമ്പർ ആയിട്ടില്ല, നിലവിലായിട്ടില്ല. 2015 ZDI പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് മോഡൽ. ഏറ്റവും ടോപ്പ് പുഷ്പട്ടന എല്ലാ സെറ്റപ്പും. റൈറ്റ് സൈഡിൽ ചെറിയൊരു തട്ടുണ്ട്. എവിടെ? ഇതിന്റെ ഉള്ളിൽ ചെറുതായിട്ട്. മേജർ അല്ല, ചെറുതായിട്ട് തട്ടുണ്ട്. വേറെ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ല? ബോണറ്റ് മാറിയില്ല. മാറിയിട്ടില്ല. മെയിൻ ഗ്ലാസ് മാറി. ഓക്കെ. മേജർ അല്ല, മൈനർ ആണ്. വേറെ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. വേറെ മെക്കാനിക്കൽ ഒക്കെ ഫുൾ ഫിറ്റ് ആണ്. ചെക്ക് ചെയ്യുന്നോള് കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. മോഡല് 2015 ZDI പ്ലസ് ഏറ്റവും ടോപ്പ് മോഡൽ പ്ലസ് ആണ്. ഓട്ടൊക്കെ വല്ലാണ്ടുണ്ടോ? ഇല്ല, 95 കറക്റ്റ് ഓട്ടോ. കറക്റ്റ് ഓട്ടോ. 1 കിലോമീറ്റർ അവര് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഹിസ്റ്ററി അടുത്തതാണ്. പക്കാ കിലോമീറ്റർ വണ്ടി അല്ലേ? ഹിസ്റ്ററി ഉണ്ട്. എത്ര ചെയ്യത്? ഇത് നമുക്ക് ഒരു 4:40 കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 4:40. ZDI പ്ലസ് ആണ്, ഏറ്റവും ടോപ്പ് മോഡലാണ്. അതെ. ആഡംബരക്കാർ ടൊയോട്ട കൊറോള അൾട്ടിസ് ആണ്. അതും നല്ല. എത്ര മോഡലായിരുന്നു ഇത്? ഇത് 2017 സ്റ്റോക്ക് ഉണ്ടാകുന്ന വണ്ടിയാണ് അൾട്ടീസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഷോറൂമിൽ വിറ്റത് അൾട്ടീസ് ആണ്. അൾട്ടീസ് തന്നെ ഇഷ്ടമാതിരി അൾട്ടീസ് ഞാൻ വിറ്റത്. ഇന്നലെ 2 അൾട്ടീസ് നമ്മള് ഡെലിവറി കൊടുത്തത്. 18 വണ്ടി. അല്ല, അൾട്ടീസ് നല്ല വണ്ടിയല്ലേ? അൾട്ടീസ് എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് വളരെ കുറവായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി. ഫാമിലി യൂസ് പക്കയാണ് വണ്ടി. പക്കയാണ്. നല്ല മൈലേജും കിട്ടും. ഒരു പ്രീമിയം വണ്ടിയാണ്. എങ്ങനെയാണ് ഇത് ബ്രോ? 2017 മോഡൽ. ഓക്കെ, അത് പറഞ്ഞല്ലോ. ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടം 1:40 ഓടിയുണ്ട്. 1:40 ഓടിയിട്ടുണ്ട്. കറക്റ്റ് ഓട്ടോ. ഹിസ്റ്ററി ഒക്കെ ഉണ്ട് അല്ല? കാണിക്കാൻ പറ്റും. ഓക്കെ, ടെൻഷൻ വേണ്ട. വണ്ടി മിയ അല്ല? റീപ്ലേസ് ഒന്നുമില്ല. കൊറ ക്ലാസ് മാറിയത്.
ബാക്കിൽ ഏറ്റവും ചെറിയ ക്ലാസ്. ഇത് ഓപ്ഷൻ ഫുള്ളാ മീഡിയം ജെ ഓപ്ഷൻ. ഓക്കെ ജെ ആണ്. ടയർ 4 ഏകദേശം പുതിയതാണ്. ഇത് 80-90% ഉണ്ട്. എത്രക്ക് ചെയ്യാം ബ്രോ? ഇത് നമുക്ക് നല്ല റേറ്റ് ഇട്ട് കൊടുക്കാം, ഓഫർ ഇട്ട് കൊടുക്കാം. ഓഫറിൽ കൊടുക്കാം. 2017 നിലവിൽ NOC എടുത്തു കേട്ടോ. നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് പറയാം. ഇനി ടാക്സിക്കാർക്ക് ചെറിയ പൈസ പറഞ്ഞതിൽ കുറവുണ്ടാവും. മറ്റവർക്ക് പ്രൈവറ്റ് ആകുമ്പോൾ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവും. പ്രൈവറ്റ് നമുക്ക് ഇത് മാറ്റുകയാണെങ്കിൽ ടാക്സിക്കാർ ഇത് കൊണ്ടുപോകും. ഇല്ലല്ലോ, തെറ വണ്ടി കൊടുത്തിന്. അതുകൊണ്ടാണ് ഞാൻ ടാക്സി എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ നമുക്ക് ഇവിടുന്നൊക്കെ എറണാകുളം ഭാഗത്തുനിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇത് എത്ര കൊടുക്കാം ബ്രോ? ഇത് നമുക്ക് 640 കൊടുക്കാം. 640 കൊടുക്കാം. 17 അൾട്ടീസ് ഫൈനൽ റേറ്റ് ആട്ടോ. 639 ചോദിച്ചാലും തരാൻ കഴിയൂല. 17 വണ്ടി ആരെങ്കിലും കൊടുക്കുവോ? 640 നല്ല വിലപ്പാകുണ്ട്. അതൊക്കെ ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട അന്ന് തന്നെ പോകും വണ്ടി. ചിലപ്പോ ഫസ്റ്റ് പോകുന്ന ഈ വണ്ടി ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഒരു അൾട്ടീസ് കൊടുക്കാം അല്ല? അതും എത്ര മോഡലായിരുന്നു? ഇത് 2013. 13 വണ്ടി ഡീസലാണ്. ഓപ്ഷൻ ജിയാ ജെയാ? ഇത് ജെ ഓപ്ഷൻ. ജെ അല്ല, അലോവില് കാര്യങ്ങളൊക്കെ ചെയ്തിന്. എക്സ്ട്രാ അലോയ്സ് ഒക്കെ ചെയ്തിന്. വേറെ മെക്കാനിക്കൽ വർക്കോ കാര്യം ഒന്നുമില്ല. ഞാൻ കസ്റ്റമർ എന്താണ് എന്റെ മെക്കാനിക്കൽ വർക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. നല്ല വണ്ടി അല്ല? അടിപൊളി, നല്ല പെട്ടി പീസ് വണ്ടിയാ അല്ല? വേറെ തട്ടുമുട്ടി പുതിയ മോഡലിനെക്കാട്ടിൽ ഇപ്പോഴും ആൾക്കാരുള്ളത്. ഇപ്പോൾ ഈ പഴയ മോഡൽ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. മൈലേജ് 20 മൈലേജ് ആണ്. മെയിൻ്റെനൻസും കുറവാണ്. മെയിൻ്റെനൻസ് വളരെ കമ്മിയുള്ള വണ്ടി. എത്രക്ക് കൊടുക്കാം ബ്രോ ഇത്? ഇത് നമുക്ക് 415 കൊടുക്കാം. 415 കൊടുക്കാം അല്ല? ആവശ്യക്കാർ വിളിച്ചോട്ടെ. വേറൊരു വണ്ടി വീണ്ടും ഒരു ഖിദ്മത്തിന്റെ പെട്ടി പീസ്. ടൊയോട്ട കൊറോള അൾട്ടിസ് ആഡംബരക്കാർ. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2015 ലാസ്റ്റ് 16 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി അല്ല? നമ്മൾ ഇതുവരെ കാണിച്ചത് ഫുള്ള് ഡീസലാണ്. ഇത് പെട്രോളാണ്. ഇത് പെട്രോൾ കൊണ്ട് ഒരുപാട് ആൾക്കാർ CNG ചെയ്യാനും വേണ്ടി ഒരുപാട് കൊറോള അൾട്ടീസ് അന്വേഷിച്ച് നടക്കണമല്ലോ. പെട്രോളിൽ എത്ര മൈലേജ് കിട്ടും? പെട്രോളില് ഒരു ലോങ് ഒക്കെ ആണെങ്കിൽ 14-15 വരെ. 14-15 കിട്ടും അല്ലെ? അതാണെങ്കിൽ 10 കിലോമീറ്റർ 12 കിലോമീറ്റർ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ വലിയ ഓട്ടം ഇല്ലാത്തവർക്ക് പ്രശ്നമില്ല. ഇത് മതി. കാരണം അതായത് പിടിച്ചിടുന്നാണെങ്കിൽ പ്രശ്നമില്ല. വണ്ടി ചിലവര് വണ്ടി വെച്ച് ഗൾഫിൽ പോകും. അങ്ങനത്തെ ഏറ്റവും ബെറ്റർ പെട്രോളാ പറ്റുള്ളൂ. പെട്രോളാ നല്ലത്. ഓക്കെ, ഏറ്റവും ടോപ്പ് മോഡലാണ്. ജി ഓപ്ഷൻ ആണ്. ജി ആണ് അല്ലെ? ഏറ്റവും ടോപ്പ്. ഓക്കെ, വേറെ വണ്ടി തട്ടുമുട്ട് ഒന്നുമില്ല? ഇത് എത്ര ക്ലാസ് റീപ്ലേസ് ഉണ്ട്? മെയിൻ ക്ലാസ്. വേറെ ഒന്നുമില്ല. അത് ആവശ്യക്കാർ ചെക്ക് ചെയ്തോട്ടെ. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് നല്ലൊരു ഓഫർ റേറ്റിൽ കൊടുക്കാം. 530 കൊടുക്കാം. 530 കൊടുക്കാം. പേപ്പർ ആക്കിയിട്ട് NOC എടുത്തിട്ടുണ്ട് കേട്ടോ. 84 പിന്നെ NOC എടുത്തിട്ടുണ്ട്. നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജെ അല്ല, ജി ആണ്. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാറിന്റെ പൈസയേ ഉള്ളൂ അല്ലെ? ഓഡി A6 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് 2012 ലാസ്റ്റ് ഡിസംബർ 13 രജിസ്ട്രേഷൻ. 13 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി അല്ലെ? നമ്പർ തേർഡ് ഓണർ ആണ്. NOC എടുത്തിട്ട് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, വണ്ടി എന്തുപാട്? മെക്കാനിക്കൽ ഒന്നും വേറെ വർക്കൊന്നുമില്ല. ഓട്ടോ വല്ലാണ്ടുണ്ടോ? ഓട്ടോ 180. ഹിസ്റ്ററി ഉണ്ടാവൂല്ലേ? കറക്റ്റ്. ഹിസ്റ്ററിയിൽ വളരെ കുറവാണ്. 2022 തിരിച്ചണെങ്കിൽ തിരിച്ചൊക്കെ നമ്മള് ചെയ്യണില്ല. ഡീസൽ ഓട്ടോമാറ്റിക് സൺറൂഫ് ഒക്കെ വരുന്നതാണ്. എത്ര ആസ്ക് ചെയ്യണേ? ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് NOC മാറ്റിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. NOC അവരെ ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. NOC ആക്കാൻ പറ്റുമോ? ഈ നമ്പർ ആക്കാൻ RT മാറാൻ പറ്റുമോ? അല്ല, അവർക്ക് നമുക്ക് NOC ക്യാൻസൽ ചെയ്തിട്ട് വേറെ അവർക്ക് RT ഒക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതാണ് ഞാൻ ചോദിച്ചത്. ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ നമ്പർ ആക്കിയ വില, നമ്പർ ആക്കിയിട്ടുള്ള വില പറയാം. അതാ നല്ലത്. നമ്പർ ആക്കിയിട്ട് നമുക്ക് 699 കൊടുക്കാം. 699 നമ്പർ ആക്കി. 12 വണ്ടി. 12 ഡിസംബർ 13 രജിസ്റ്റേർഡ് ആയിട്ട്. ഡെലിവറി 13. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചു. ഇവിടെ ഒരു ഖിദ്മത്തിന്റെ കുതിരത്തിന്റെ വാഹനം അല്ലെ? ഒരു ടൊയോറ്റന്റെ ക്യാമറി. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങൾ? ഇത് 2014 വണ്ടി. ഓക്കെ, ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടം 65,000 ഓടി. ഇത് പെട്രോളാ ഡീസലാ വണ്ടി? പെട്രോൾ. ഹൈബ്രിഡ് ആണ് വരിക. ഹൈബ്രിഡ് പെട്രോൾ അല്ല? മൈലേജ് ഉണ്ടാവൂല്ലേ? മൈലേജ് ഉണ്ടാവും. ബാറ്ററി 2014 ബാറ്ററിയാണ്, മാറ്റിയിട്ടില്ല നിലവില്. ഈ ബാറ്ററിയിലാണ് ഈ മൈലേജ് കിട്ടുന്നത്? അതെ. ഓക്കെ, ബാറ്ററിക്ക് റേറ്റും വരുന്നുണ്ട്. മാറ്റുന്നവർക്ക് മാറ്റാം. അതിനുള്ള റേറ്റിനാണ് നമുക്ക് കൊടുക്കുന്നത്. അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള മാറ്റ റേറ്റിലാണ് കൊടുക്കുന്നത്. ഓക്കെ, എത്ര ചെയ്യാ? ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം അല്ലേ?
നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. നമ്പർ ആയിട്ടില്ല, NOC നമ്പർ ആക്കിയില്ല, NOC കൊടുക്കാം. NOC കൊടുക്കാം. ഓക്കെ, എത്രക്കാണ് ഇത്? നമുക്കൊരു 720 കൊടുക്കാം. 720 NOC കൊടുക്കാം. നമ്പർ ഹൈബ്രിഡ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമ്പർ ആക്കുന്ന എക്സ്പെൻസ് 130 നമ്പർ ആക്കാൻ പറ്റും. ഓല് എടുക്കുന്ന ആൾ ചെയ്തല്ലേ? ഓക്കെ. ഇത് ബ്രോ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? 2011 വണ്ടി, പുതിയ 5 കൊല്ലത്തെ പേപ്പർ ഉണ്ട്. 5 കൊല്ലത്തെ പുതിയ പേപ്പർ അല്ലേ? ഓക്കെ. ഡീസൽ വണ്ടി മെക്കാനിക്കൽ ചെറിയ പണികളുണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ? ഓക്കെ. അല്ലറ ചില്ലറ വർക്ക്, ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. എത്ര കൊടുക്കിയത്? നമുക്ക് ഫുള്ള് വൃത്തിയാക്കിയിട്ട് നമുക്ക് 2.55 കൊടുക്കാം. 2.55 55. ഓക്കെ. ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ.